തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. പോളിംഗ് കുറഞ്ഞത് ജൂൺ 4-ന് പുറത്തു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക എന്ന ചർച്ച പൊടിപൊടിക്കുകയാണ്. സ്റ്റോക്ക് പ്രൈസ് എപ്പോഴും പുതിയ വിവരങ്ങളോട് സെൻസിറ്റീവാണ്. ഒരു രാജ്യവും അതിൻ്റെ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും സമൂഹവും കടന്നുപോകുന്ന ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിപണിയുടെ ചലനത്തെ കാര്യമായി ബാധിക്കുമെന്നതിനാൽ നിക്ഷേപകർ തിരഞ്ഞെടുപ്പുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. മാറി വരുന്ന സർക്കാരുകളുടെ നയങ്ങൾ വിവിധ മേഖലകളെയും കമ്പനികളെയും ബാധിക്കും. വിവിധ പ്രധാനമന്ത്രിമാരുടെ കാലത്തെ റിട്ടേണുകൾ പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇക്വിറ്റി വരുമാനത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നില്ലെന്ന് വ്യക്തമാണ്. സമ്പദ് സൃഷ്ടിയുടെ മൊത്തത്തിലുള്ള പാത സ്ഥിരമായി പോസിറ്റീവായി തുടരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തെയോ അധികാരത്തിലുള്ള പാർട്ടിയെയോ പരിഗണിക്കാതെ വിപണി മുന്നോട്ട് പോകുന്നു. പക്ഷേ ചില സമയങ്ങളിൽ വ്യതിയാനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും സാധ്യതയുള്ള പോളിസി ഷിഫ്റ്റുകളും കാരണം സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ചാഞ്ചാട്ടമുണ്ടാകാം. 1991 മുതൽ 2019 വരെയുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ അവയുടെ സ്വാധീനവും നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ട്ലൈറ്റ്. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് 1991 ശേഷം വിപണിയിലെ അസ്ഥിരത രൂക്ഷമായി. എന്നിരുന്നാലും പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ കീഴിൽ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ഇത് വിപണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സാമ്പത്തികമായ വീണ്ടെടുക്കലിനും വളർച്ചയ്ക്കും തുടക്കമിടുകയും ചെയ്തു. 1996-നും 1998-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ രാഷ്ട്രീയ അസ്ഥിരതയും ബാഹ്യ സാമ്പത്തിക സമ്മർദ്ദങ്ങളും വിപണിയെ ബാധിച്ചു. നേതൃത്വത്തിലുള്ള അടിക്കടിയുള്ള മാറ്റങ്ങളും ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിയും വിപണിയുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നതിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമായി. 1998 NDA അധികാരത്തിലെത്തുന്നു. ഓഹരി വിപണി പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. സെൻസെക്സ് 7% ഉയർന്നു. NDAയുടെ വിജയം വലിയ തോതിലുള്ള വിപണി സ്ഥിരത കൊണ്ടുവന്നു. സെൻസെക്സിലെ റാലിക്ക് പുറമെ GDP വളർച്ചാ നിരക്ക് ഏകദേശം 6 മുതൽ 7% വർദ്ധിച്ചു. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുമാണ് സർക്കാർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നാണയപ്പെരുപ്പം നിയന്ത്രണത്തിലായി. അതേസമയം അമേരിക്കയ്ക്കെതിരായ തീവ്രവാദി ആക്രമണം പോലുള്ള ആഗോള സംഭവങ്ങളും ആഭ്യന്തര ഘടകങ്ങളും സ്റ്റോക്ക് മാർക്കറ്റുകളെ ബാധിച്ചു. 1999 മുതൽ 2004 വരെയുള്ള നിഫ്റ്റി റിട്ടേൺ 41%. 2004 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അപ്രതീക്ഷിതമായ UPAയുടെ വിജയം മൂലം 2 മുതൽ 3 ട്രേഡിംഗ് സെഷനുകളിൽ 15% നഷ്ടത്തോടെ വിപണി കുത്തനെ ഇടിഞ്ഞു. 2007 വരെ നീണ്ടുനിന്ന ശക്തമായൊരു ബുൾ മാർക്കറ്റാണ് പിന്നീട് ഉണ്ടായത്. പിന്നീട് GDP വളർച്ചാ നിരക്ക് ഏകദേശം 8% ഉയർന്നു. FDI റെക്കോർഡ് $34 ബില്യൺ. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ബുൾ സ്റ്റോക്ക് മാർക്കറ്റിനെ തടസ്സപ്പെടുത്തി. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് 2009 വിപണി തിരിച്ചെത്തി. 2004 മുതൽ 2009 വരെയുള്ള നിഫ്റ്റി റിട്ടേൺ 169%. 2009 UPAയുടെ രണ്ടാം ടേം UPAയുടെ തിരിച്ചുവരവിനെ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് 17% നേട്ടമാണ് വിപണിയിൽ ഉണ്ടായത്. ആദ്യ 3 വർഷങ്ങളിൽ സെൻസെക്സിൽ 15% വർധനയുണ്ടായെങ്കിലും നയപരമായ അനിശ്ചിതത്വങ്ങൾ, ധനക്കമ്മി, പണപ്പെരുപ്പം എന്നിവ കൈകാര്യം ചെയ്യാനുള്ള സർക്കാരിൻ്റെ പോരാട്ടം ഈ കാലഘട്ടത്തിലെ സവിശേഷതയാണ്. 2009 മുതൽ 2014 വരെയുള്ള നിഫ്റ്റി റിട്ടേൺ 70%. 2014 NDA അധികാരത്തിലെത്തുന്നു. BJPയുടെ നേതൃത്വത്തിൽ 2014 NDAയുടെ വിജയം വിപണിയിലെ ചാഞ്ചാട്ടം 17.96% നിന്ന് 9.1% കുറച്ചു. 4 വർഷത്തിനിടയിൽ വിപണിയിൽ ഏകദേശം 40% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. 2014 മുതൽ 2019 വരെയുള്ള നിഫ്റ്റി റിട്ടേൺ 65%. 2019 BJP അധികാരത്തിൽ തുടരുന്നു. BJPയുടെ തുടർച്ചയായ ഭരണം വിപണിയെ ഉയർച്ചയിലേക്ക് നയിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളും തന്ത്രപരമായ നികുതി പരിഷ്കാരങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണ്. അതേസമയം ആഗോള വ്യാപാര പിരിമുറുക്കങ്ങളും സുപ്രധാനമായ സാമ്പത്തിക മേഖലകളിലെ ഘടനാപരമായ പ്രശ്നങ്ങളും കോവിഡും വളർച്ചയെ പരിമിതപ്പെടുത്തി. 2019 മുതൽ 2024 വരെയുള്ള നിഫ്റ്റി റിട്ടേൺ 46%. എന്തായാലും ജൂണിലെ തെരഞ്ഞെടുപ്പ് ഫലം വിപണിയെ കാര്യമായി സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയായിരിക്കണം നിക്ഷേപ തന്ത്രം ഈ സമയത്ത് നാം കൈക്കൊള്ളേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ജിയോജിത്ത് സ്പോട്ട്ലൈറ്റിൽ കാണാം. താങ്ക് യു.